സെറ്റല്ലേ? Okay, this is going to take some time. ഓക്കെ തുടങ്ങാം. ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് കാണിക്കണമെന്ന് വിചാരിക്കുന്ന ഒരു ക്ലയൻറ്റ്, അവർ ആഗ്രഹിക്കുന്നത് എന്തും ചെയ്തു കൊടുക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ള എക്സ്പ്രസോ. കരുനാഗപ്പള്ളി ബിസിനസ്സിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നാട്. കേസ് സ്റ്റഡിക്ക് ഞാൻ അവിടെ പോകുമ്പോൾ ചെറുകിട വ്യവസായങ്ങൾക്കും വൻകിട വ്യവസായങ്ങൾക്കും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. എന്താണ് ആളുകൾക്ക് വേണ്ടതെന്നുള്ളത് കറക്റ്റ് ഫീഡ്ബാക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. അവിടുത്തെ ഓഡിയൻസ് ഭയങ്കര പെർട്ടിക്കുലറാണ്. ഇഫ് ദേ ലവ് എ ബ്രാൻഡ് ദേ വിൽ ലവ് ദ ബ്രാൻഡ് ഫോർ എ ലോങ്ങർ പീരീഡ്. ലോഞ്ചിന് മുന്നേ തന്നെ നമ്മുടെ ബ്രാൻഡ് നെയിം അവരുടെ ഉള്ളിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളൊരു മോട്ടീവ് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് നമ്മൾ ടൈം ലൈൻ സ്റ്റാർട്ട് ചെയ്തത്. പ്രീ ലോഞ്ച് ക്യാമ്പയിനായിട്ട് നമ്മൾ ആക്ച്വലി വെറ്റ്സ് ഇന്ത്യ എന്നുള്ള ബ്രാൻഡിന്റെ 3 സവിശേഷതകളാണ് നമ്മളവിടെ പറഞ്ഞത്. ഏറ്റവും വലുത് കരുനാഗപ്പള്ളിയിൽ, ഏറ്റവും മികച്ചത് കരുനാഗപ്പള്ളിയിൽ, ഏറ്റവും പുതിയത് കരുനാഗപ്പള്ളിയിൽ. It gave people of Karunagapalli a breadcrumb to wonder what it was without revealing what we were going to sell. നമ്മളൊരു ബ്രാൻഡ് ഐഡന്റിറ്റി അതിൽ കൊടുത്തില്ല, ഒന്നും കൊടുത്തില്ല. അപ്പം നമ്മൾ അവരുടെ ബ്രാൻഡ് കളർ മാത്രം വെച്ചു. കളറിലോട്ട് വരാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തൊരു പിങ്കിഷ് റെഡ് എന്ന ഒരു ടോണാണ്. ഇതൊരു ടെക്സ്റ്റൈൽ ബ്രാൻഡ് ആയതുകൊണ്ടും ഇത് നന്നായി സ്ട്രൈക്ക് ചെയ്ത് നിൽക്കണം. പിന്നെ ലോഗോ കൺസെപ്റ്റിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ 3 എലമെന്റ്സ് വെച്ചിട്ട്, അതായത് ഫ്ലവർ, ഫയർ, പിന്നെ ബേർഡ്. യു നോ ദ കോമൺ തിങ് അബൌട്ട് ദാറ്റ്, ദേ ഓൾ ഷേപ്പ് ഇൻ ടു സംതിങ് സിമിലർ. എല്ലാവരും ശരിക്കും ചെയ്യാൻ വെച്ചാൽ ഒരു ലോഗോ റിവീൽ ചെയ്യുന്നു, ആളുകൾക്ക് ഫുഡ് കൊടുക്കുന്നു, അത്ര പ്രോസസ്സ് ചെയ്യാറുള്ളൂ. ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്തു, അതിൽ കുറച്ച് ആക്ടിവിറ്റികൾ ആഡ് ചെയ്തു. ഇത് ഫസ്റ്റത്തേതായിരുന്നു ഫാഷൻ ഷോ. അവരുടെ ലെഹങ്ക, സാരി സെക്ഷൻസ്, അതുപോലെ തന്നെ എത്നിക് വിയേഴ്സ്, ഇതൊക്കെ നമ്മൾ ഹൈലൈറ്റ് ചെയ്തു ആ ഇവന്റിൽ. സോഷ്യൽ മീഡിയ ഇങ്ങനെ കത്തിക്കുക എന്നുള്ളതായിരുന്നു നമ്മുടെ മെയിൻ ഒരു തോട്ട് എന്ന് പറയുന്നത്. വെറ്റ്സ് ഇന്ത്യ ഇനോഗ്രേഷൻ ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു കാര്യം കണ്ടത് കൊണ്ടിട്ട് ആളുകൾ അട്രാക്റ്റ് ആവണമെന്നുമില്ല, ഫോളോ ചെയ്യണമെന്നുമില്ല. ഈ ഒരു പ്രോബ്ലം മറികടക്കാനാണ് നമ്മൾ ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഫോക്കസ് ചെയ്യുന്നത്. ഇവർക്കായിട്ടൊരു ലാംഗ്വേജ് ഉണ്ട്. ആക്ച്വലി നമ്മൾ എത്ര ക്രിയേറ്റീവ്സ് ചെയ്തിട്ട് കഴിഞ്ഞാലും വർക്കാകാത്തൊരു കാര്യം ഇൻഫ്ലുവൻസേഴ്സിൻ്റെ ലാംഗ്വേജിന് വർക്കാകാൻ പറ്റും. 90% ആക്ടിവിറ്റീസും നമ്മളെ പ്ലാൻ പ്രകാരമായിരുന്നു പോയിരുന്നത്. ബെസ്റ്റ് തിങ് ഈസ് ഗോൾഡൻ ടിക്കറ്റ്സ്. Inspired from Charlie and the Chocolate Factory, we had golden tickets hidden in different parts of Karunagapalli. ഇൻട്രസ്റ്റിംഗ് ആക്ടിവിറ്റീസ് വെച്ചിട്ടായിരുന്നു നമ്മൾ ഈ ഗോൾഡൻ ടിക്കറ്റ്സ് കൊടുത്തത്. വെറ്റ്സ് ഇന്ത്യയിൽ കരുനാഗപ്പള്ളി വരാൻ പോവുകയാണ് എന്നുള്ളത് ഇപ്പം എല്ലാവരുടെയും മൈൻഡിൽ സെറ്റായി കഴിഞ്ഞു. ഇനി ആ വരവ് രാജകീയമാക്കണം. ക്ലയന്റിനെ സംബന്ധിച്ചിടത്തോളം ഗ്രാൻഡ് ലോഞ്ച് കരുനാഗപ്പള്ളിക്കാർക്ക് കൊടുക്കുന്ന ഒരു ഉത്സവമാക്കണം. സോ ഒരു സ്പെഷ്യൽ സെലിബ്രിറ്റി വേണം. അതാര് എന്നുള്ളൊരു ക്വസ്റ്റ്യനിലേക്ക് വന്നപ്പോൾ ഏറ്റവും മെമ്മറബിൾ ആയിട്ട് ഈ ഗ്രാൻഡ് ലോഞ്ച് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന പാൻ ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ രശ്മിക മന്ദാന. ആ ഒരു എലമെന്റ് ആയിരുന്നു ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് നമ്മൾ ബിൽഡ് ചെയ്തത്. ക്യാമ്പയിൻ കോൾ ഫിക്സ് ചെയ്തത് റഷ്. ഒരു രഹസ്യം പറയട്ടെ, നമ്മുടെ പേജ് ആളുകളിലേക്ക് എത്താൻ ഏറ്റവും വലിയ പുഷ് എന്ന് പറയുന്നത് ഈ രഷ് ക്യാമ്പയിനായിരുന്നു. കമന്റ് ബോക്സിൽ വന്നിട്ട് ആളുകൾക്ക് ആഗ്രഹമുള്ള പേരുകൾ, ഇയാൾ വന്നപ്പോൾ എന്നുള്ള രീതിയിലുള്ള പേരുകൾ പറയാൻ തുടങ്ങി. തേർഡ് ക്യാമ്പയിൻ വാസ് അവർ ലോഞ്ച് ക്യാമ്പയിൻ. മറ്റെന്തിനേക്കാളും മികച്ചത് കരുനാഗപ്പള്ളിയിൽ എന്നുള്ളത്. കരുനാഗപ്പള്ളിക്കാർക്ക് ആത്മാഭിമാനം തോന്നുന്ന രീതിയിലുള്ള ഒരു പ്ലേസ്മെന്റ് ആയിരുന്നു അവിടെ ആ ക്യാമ്പയിൻ ചെയ്തത്. വെറ്റ്സ് ഇന്ത്യയുടെ ക്യാമ്പയിൻ മൊത്തം ശ്രദ്ധിച്ചാലും വളരെ റീജിയണൽ ആയിട്ടുള്ള ഒരു ക്യാമ്പയിനാണ്. അവിടെയുള്ള നാട്ടുകാർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള കണ്ടന്റ്, സ്കെച്ച് വീഡിയോസ് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. ഇനോഗ്രേഷൻ അടുപ്പിച്ച് ഗ്രൗണ്ട് ലെവൽ മാർക്കറ്റിംഗ് ചെയ്യണം, എന്നാലേ ആളുകൾക്ക് ഇനോഗ്രേഷൻ അന്ന് ഇത് ഓർമ്മയുണ്ടാവുള്ളൂ എന്നൊരു തോട്ട് നമുക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനായിട്ട് നമ്മൾ സേവ് ദ ഡേറ്റ് ക്യാമ്പയിൻ, ബ്രൈഡും ഗ്രൂമും നേരിട്ട് ആളുകളിലേക്ക് ഇറങ്ങി അവരുടെ കല്യാണം വിളിക്കുന്ന ഒരു മൂഡിൽ അവർ ക്ഷണിക്കുന്നത് ഇനോഗ്രേഷന് വേണ്ടിയിട്ടാണ്. കരുനാഗപ്പള്ളിയിൽ ആൾ കൂടുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മളെ ടീം മെമ്പേഴ്സ് അണിനിരന്നിരുന്നു. കമന്റ് സെക്ഷനിൽ വന്ന് എന്തൊക്കെയാണ് ഈ കരുനാഗപ്പള്ളി നടക്കണേ എന്നുള്ളൊരു മൂഡിൽ ആളുകൾ ചോദിക്കാൻ തുടങ്ങി. കരുനാഗപ്പള്ളിയിൽ എവിടെ നോക്കിയാലും വെറ്റ്സ് ഇന്ത്യ ആയിരിക്കും. ഓൾ കേരള എവിടെ നോക്കിയാലും സോഷ്യൽ മീഡിയ ഫുൾ വെറ്റ്സ് ഇന്ത്യ ആയിരിക്കും. അമ്മാതിരി ആക്ടിവിറ്റിയാണ് നമ്മൾ മൊത്തത്തിൽ ചെയ്തത്. ജൂലൈ 25 വൈകുന്നേരം 3:30 അവർ ഗ്രാൻഡ് ലോഞ്ച്. ഉച്ചയ്ക്ക് ശേഷം വരുന്ന രശ്മിയെ കാണാൻ രാവിലെ തന്നെ അവിടെ ആയിരക്കണക്കിന് ആൾക്കാർ തടിച്ചു കൂടിയിരിക്കണം. എൻജോയ് ക്രൗഡ് എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മൂഡായിരുന്നു അവിടെ. ഓരോ ഫ്ലോറിലും ഓരോ ആക്ടിവിറ്റീസ് ആയിരുന്നു. സ്റ്റാഫിൻ്റെ ഫോട്ടോഷൂട്ട്, ഇൻഫ്ലുവൻസേഴ്സിനെ കൊണ്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അത്രയും കൂടുതൽ മൈലേജ് സോഷ്യൽ മീഡിയയിലും പബ്ലിക്കിലും എല്ലായിടത്തും എത്തിക്കാൻ പറ്റുന്നത്. 5-10 മിനിറ്റ് ഡിലേ പോലും നമ്മുടെ സോഷ്യൽ മീഡിയ അപ്ഡേറ്റ്സിന് വന്നിട്ടില്ല. ലൈവ് പോകുന്നുണ്ട് ആക്ച്വലി. ഇതിൻ്റെ ഒപ്പം തന്നെ രശ്മിയുടെ ഫോട്ടോസ് ആയിരുന്നു, രശ്മിക റിലേറ്റഡ് വീഡിയോസ് ആയിരുന്നു. എല്ലാ ആൾക്കാരുടെയും എക്സ്പ്ലോർ പോർഷൻ എടുത്തു കഴിഞ്ഞാൽ ആ ഗ്രീൻ സാരി രശ്മിക പാൻ ഇന്ത്യൻ ലെവലിൽ അറിഞ്ഞിട്ടുണ്ട് ഈ ഇനോഗ്രേഷൻ. അത് നമ്മളെ ടീമിന് കിട്ടേണ്ട ഒരു വലിയ അപ്രിസിയേഷൻ ആയിരുന്നു അത്. രശ്മിക പോയി ശേഷം നമ്മളെ മിഡ് നൈറ്റ് ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഉണ്ടായിരുന്നു. സോ രശ്മികയെ കാണാൻ വേണ്ടി മാത്രം വന്ന ആളുകളായിരുന്നു എന്നുണ്ടെങ്കിൽ
രശ്മിക പോയതിനു ശേഷം അവിടെ അത്രയും ഒരു ക്രൗഡിനെ നമുക്ക് കാണാൻ പറ്റില്ല. അവർ വന്നത് വെഡ്സിന്ത്യക്ക് വേണ്ടി ആയിരുന്നു എന്നുള്ളതും നമ്മൾ പ്രൂവ് ചെയ്തു. കടൽ പോലെയാണ് ആളുകൾ ഉള്ളിലേക്ക് വന്നത്. ഒരു ഇവൻ്റ് എപ്പോഴാണ് സക്സസ് ആണെന്ന് അറിയാം. നമ്മൾ പ്ലാൻ ചെയ്ത പ്രകാരം എല്ലാ സംഭവങ്ങളും അവിടെ അടിപൊളിയായിട്ട് നടക്കുമ്പോഴും നമ്മൾ പ്ലാൻ ചെയ്തതിനേക്കാൾ അപ്പുറത്തേക്ക് റിസൾട്ട് ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ്. എനിക്ക് പറയാൻ ആക്ച്വലി വാക്കുകൾ കിട്ടുന്നില്ല. പെറ്റ്സിന്റെ അവരുടെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ നമ്മളൊരു ബേബിയുടെ ലെവലിലായിരുന്നു. എല്ലാം സ്റ്റാർട്ട് ചെയ്തത് എക്സ്പ്രസോയിൽ നിന്നാണ്. എക്സ്പ്രസോ ഗ്ലോബലി ഇത് ഭയങ്കരമായിട്ടുള്ളൊരു പ്രൗഡ് മൊമെന്റ് ആണ്. ഒരു ബ്രാൻഡിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ആ നാട്ടിൽ പോയി ആ ബ്രാൻഡിനെ പറ്റി പഠിച്ച്, ആ നാട്ടുകാരെ പറ്റി പഠിച്ച്, അവിടെ വർക്ക് ആവുന്നതും വർക്കൗട്ട് ആവാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ പറ്റി പഠിച്ച്, അവിടെ ഏറ്റവും വർക്കൗട്ട് ആവുന്ന സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്ത് അത് ആക്ടിവേറ്റ് ചെയ്ത് ആ ബ്രാൻഡിനെ നാട്ടുകാരെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു പൊസിഷനിങ്, ദാറ്റ് വേ വി സ്റ്റാൻഡ് ഔട്ട് ആസ് എക്സ്പ്രസോ ഗ്ലോബൽ.